പുറത്തിറങ്ങുന്നതിന് മുമ്പ് എന്നെ ലോക്കാക്കാനാണ് അനീഷ് നോക്കിയത്. വളരെ സീരിയസ് ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഷാനവാസ് ഇപ്പോൾ അത് വൻ കോമഡി ആക്കിയിട്ടുണ്ട്. അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യം ആദിലയും അനുമോളും കൂടെ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം ഷാനവാസ് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ഷാനവാസ് അത് വിശ്വസിച്ചു. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞപ്പോൾ ഷാനവാസ് വിശ്വസിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ഷാനവാസിൻ്റെ ഓരോ ഡയലോഗും ഓരോ ചോദ്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരി വരും. അനു, നിനക്കും എവിടെയോ ഒരു ഇഷ്ടമില്ലേ? ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനേ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പറ, എന്ത് സഹായവും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി താറാവ് ബിരിയാണിക്കൊക്കെ ഉള്ളൊരു സ്കോപ്പ് ഉണ്ടല്ലോ. അനുമോൾക്ക് അല്ലെങ്കിൽ ഭാഗ്യമുണ്ട്. നല്ല വയൽ, നല്ല താറാവ് കൃഷി, കൂളായിട്ടുള്ള പ്ലേസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ നാടിനെ പറ്റിയൊക്കെ വിവരിക്കുകയാണ് ഷാനവാസ്. ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് എവിടെയോ ഒരു ഇഷ്ടം പുള്ളിയോട് ഇല്ലേ എന്നൊക്കെ ചോദിച്ച് അനുവിന് അനീഷിനോടൊരു ഇഷ്ടമില്ല എന്നൊക്കെ ചോദിച്ച് ഈ ഒരു പ്രണയാഭ്യർത്ഥന അങ്ങ് വളരെ കോമഡി ആയിട്ടാണ് ഷാനവാസ് ചിത്രീകരിച്ചത്. ഇത്രയും നേരം അനുമോൾക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ടായിരുന്നു ഇത് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലൈവ് കാണാൻ തന്നെ വൻ കോമഡിയാണ് കേട്ടോ. എന്നാലും എൻ്റെ മിത്രത്തിന് ഇതിപ്പോൾ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് വൻ കോമഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.